ഓക്കെ, നീ നിന്റെ മക്കളെ, നിന്റെ കെട്ടിയോള് തൂറിയിട്ട മക്കളെ നീ നോക്കണം. നായിന്റെ മോനെ ഒരു ചെക്കൻ, എടാ നായിന്റെ മോനെ എന്നെ സഹായിച്ച ഒരു ചെക്കന്റെ കൂടെ ഞാൻ വയനാട് പോയി ട്രിപ്പ് പോയി അതാക്കി ഇതാക്കി എന്നൊക്കെ നീ പറയുന്നുണ്ടല്ലോ. പിന്നെ ആർക്കൊക്കെയോ ഞാൻ എന്റെ അവിഹിതം അങ്ങനെ എന്റെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇങ്ങോട്ട് നോക്കണം. നായിന്റെ മോനെ നിനക്ക് എന്താണ് നഷ്ടം നായേ? ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ 5-6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം അവരാധപ്പിറവിയുടെ സകല രൗദ്രഭാവങ്ങളും ആവാഹിച്ച് ഷാജിദ ഷാജി എന്ന പാഴ്മരം തിരിച്ചെത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ, തിരിച്ചെത്തിരിക്കുകയാണ്. ഇത് എവിടെയായിരുന്നു? കുറെ കാലമായല്ലോ കണ്ടിട്ട്. ഗൈസ്, ഈ ഷാജിദ ഷാജിന് വലിയ പിടുത്തില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ ഒന്ന് ചുരുക്കി ഒന്ന് പറഞ്ഞു തരാം. ഈ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനെ ഇവരുടെ വീട്ടിലെ സെപ്റ്റി ടാങ്ക് പോലെയാണ് ഇവർ കാണുന്നത്. കാരണം ഈ അണ്ടകടാഹത്തിലുള്ള സകലമായ വേസ്റ്റുകൾ നേരെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നത് ഈ യൂട്യൂബിലാണ്. ലൈവായിട്ടും മറ്റ് ഷോർട്സും അല്ലാത്ത വീഡിയോസും ഒക്കെ ആയിട്ട് ഇവർ കൊണ്ട് ഡംപ് ചെയ്യുന്നത് യൂട്യൂബിലാണ്. ഈ യൂട്യൂബ് വല്ല കോർപ്പറേഷൻ വല്ലതായിരുന്നെങ്കിൽ ഈ വേസ്റ്റിനൊപ്പം ഈ വേസ്റ്റിനേക്കാൾ വലിയ വേസ്റ്റാണ് ഈ കൊണ്ടിടുന്ന ഷാജിദ ഷാജി എന്ന് പറയുന്ന ഈ വലിയ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഇവരെയും കൂടെ ക്ലീൻ ചെയ്യാനെ കൊണ്ടുപോയത്. എൻ്റെ പൊന്നിടാവേ, കുറെ കാലമായിട്ട് ഫീൽഡ് ഔട്ട് ആയിട്ട് നിൽക്കുകയായിരുന്നു. വീണ്ടും പൂർവാധികം ശക്തിയോടെ കൂടി തന്നെ തിരിച്ച് കയറി വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കുറെ കാലമായിട്ട് ഈ ഇത് ഫീൽഡ് ഔട്ട് ഇച്ചിരി ഡൗൺ ആയിട്ട് ഈ പറയുന്ന തെറിവിളിയും അമ്മേനെ പറ്റിയുള്ള ഈ പറയുന്ന സാധനങ്ങൾ നാട്ടുകാരുടെ ഈ കുറ്റം പറയുന്ന പരിപാടികളൊക്കെ ഒന്ന് നിർത്തിയതിൻ്റെ മെയിൻ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കാലം മുന്നേ ഈ ഷെരീഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. പുള്ളിയായിട്ടാണെങ്കിൽ ചെറിയ കൊമ്പ് കോർത്തിട്ട് ലാസ്റ്റ് പുള്ളിയുടെ വീട്ടിലോട്ട് ലൈവ് ഇട്ടുകൊണ്ട് ഇവർ പോയിട്ട്, എടാ ഷെരീഫെ ഞാൻ നിന്നെ തീർക്കൂടാ മറ്റേ ചെയ്യും മറിച്ച് ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ലൈവ് ഇട്ടുകൊണ്ട് പോയതാണ്. വലിയ മാസാവാൻ പോയതാണ്. ലാസ്റ്റ് ആസാക്കിയിട്ട് അവരെല്ലാവരും കൂടെ തിരിച്ചു വിട്ട്. അങ്ങനെ നല്ല 10 ഒരു അടി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിന് പുള്ളിക്കാരിയും ഒതുങ്ങി. കാരണം എന്ന് വെച്ചാൽ പുള്ളിക്കാരി ആ സ്വന്തം വീട് വിട്ട് ഇറങ്ങി വന്നേക്കായിരുന്നു. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവർ വാടക വീട്ടിൽ വേണമല്ലോ താമസിക്കാൻ. അങ്ങനെ ആ ഒരു നാട്ടിൽ വാടക വീട് നോക്കി പോകുന്ന സമയത്തേക്ക് എന്താണെങ്കിലും ഷെരീഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീട്ടിൽ പോയിട്ട് ഇമ്മാതിരി പ്രശ്നങ്ങൾ അവരുണ്ടാക്കിയല്ലോ. ഷെരീഫ് അദ്ദേഹം എന്ത് ചെയ്ത് നേരെ പുള്ളിക്കാരിനെ പറ്റിയുള്ള സകലമാന കഥകളും പുള്ളിക്കാരുടെ എല്ലാവിധ കാര്യങ്ങളും നാട്ടുകാരുടെ അടുത്ത് മൊത്തം പറഞ്ഞു കൊടുത്തു. ലാസ്റ്റ് വീടൊന്നും കിട്ടാത്ത രീതിയിലുള്ള അവസ്ഥയൊക്കെ ആയപ്പോഴത്തേക്കിന് നൈസായിട്ട് പുള്ളിക്കാരി ഒന്ന് ഒതുങ്ങിയതായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഷെരീഫ് എന്ന് പറയുന്ന വ്യക്തി ഫാത്തി എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിനെ എക്സ്പോസ് ചെയ്ത് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെ പുള്ളി ആ ഫാത്തി എന്ന് പറയുന്ന വ്യക്തിയായിട്ട് കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഫാത്തി എന്ന് പറയുന്നത് അതിനെക്കാട്ടി വലിയൊരു ഉടായ്പാണ്, അത് വേറൊരു കാര്യം. അപ്പോൾ ഈ ഫാത്തി തിരിച്ച് ഷെരീഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിനെ ഭയങ്കര നെഗടിച്ചുകൊണ്ട് ഇട്ടേക്കുന്ന ഒരു വീഡിയോക്കകത്താണെങ്കിൽ ഷാജി ഷാജി വീണ്ടും പോയിട്ട് കമൻറ്റ് ഇട്ടേക്കാണ് ആ പറഞ്ഞത് ശരിയായി ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞതിനെ തുറന്നിട്ട് ഷെരീഫ് എന്ന് പറയുന്ന വ്യക്തി അടുത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഷാജിദ ഷാജിക്കെതിരെ. അപ്പോൾ അതിനുശേഷം പുള്ളിക്കാരി തിരിച്ചു കൊടുക്കുന്ന ഒരു മറുപടിയാണ് സുഹൃത്തുക്കളെ നമുക്കിനി കാണാൻ പോകുന്നത്. പിന്നെ ഈ ഇൻട്രോ കേട്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടികൾ കാര്യങ്ങളൊക്കെ പോകുന്നതെന്നുള്ളത്. അതുകൊണ്ട് സമയമുള്ള ആളുകൾ മാത്രം കുത്തിയിരുന്ന് കണ്ടാൽ മതി. ഈ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. എനിക്കൊരു ഇച്ചിരി ചിക്കിളി കിട്ടുക എന്നുള്ളതല്ല, നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് സമയമുള്ള ആൾക്കാർ മാത്രം ഇരുന്ന് കണ്ടാൽ മതി. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മൾ അടങ്ങി ഒതുങ്ങി ജീവിക്കണം. നമ്മളെ വീണ്ടും വീണ്ടും ചൊറിഞ്ഞു വരണം. പെണ്ണാണ് അല്ലെങ്കിൽ നിന്നെ ഞാൻ ഒതുക്കിയതാണ്. നീ ആരുടെ എന്നെ ഒതുക്കാന്? നീ ആരെന്നെ ഒതുക്കാൻ? നീ എന്നെ കെട്ടിയ മാപ്പിളെ, അല്ലെങ്കിൽ നീ എന്റെ വാപ്പേ, നീ എന്റെ ആങ്ങളെ, അല്ലെങ്കിൽ നീ എന്റെ കാമുകനോ ആണോ എന്നെ ഒതുക്കാൻ? നിന്നെ ഞാൻ ഒതുക്കിയതാണ്. നീ വീണ്ടും ഇല്ലടാ, നീ പറയുന്ന അവിഹിതമൊക്കെ കേട്ടിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ചിരിച്ചോണ്ട് അതെ ഷെരീഫേ അങ്ങനെയാണേ എന്ന് പറഞ്ഞിട്ട് ഇരിക്കാടാ. ഇരിക്കാം. പിന്നെ എനിക്ക് വളർന്നത് ആൺകുട്ടികളാ. നീ എന്ത് അവിഹിതം ഉണ്ടാക്കിയാലും ഒരു ചുക്കുമില്ല ഷെരീഫേ. പക്ഷെ നിനക്ക് അങ്ങനെ അവിഹിതം കിട്ടിയാണ്ടല്ലോ വളരണത് പെൺകുട്ടികളാ. അത് കാലത്തിന് അവിടെ അതെ ആൺകുട്ടികൾ കുഴപ്പമൊന്നുമില്ലേ? ഈ പറയുന്ന ആൺകുട്ടികൾക്ക് ഈ നാണക്കേടും സാധനങ്ങളൊന്നും ഇല്ലേ? എന്താണെന്നറിയാം, ഇത് പെൺകുട്ടികൾക്ക് മാത്രമേ പ്രശ്നങ്ങളുള്ളൂ, ആൺകുട്ടികൾക്ക് ഈ പ്രശ്നമൊന്നും ഇല്ല. പിന്നെ ഒരു കാര്യമുണ്ട്, സ്വന്തം ആമക്കളെ ആണെങ്കിൽ നാളെ വലുതായി കഴിഞ്ഞാൽ എനിക്കെതിരെ തിരിയുന്ന ഏതൊരാളെ അവരുടെയൊക്കെ മുന്നിൽ ഈ മക്കളെ വിട്ട് തല്ലിക്കുക എന്നുള്ള രീതിയിൽ, അതായത് മക്കളെ ഗുണ്ടകളെ പോലെ ആക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് കിടക്കുന്ന ഒരാളാണ് ഇവർ. നമുക്ക് പെൺപിള്ളേരായി കഴിഞ്ഞാൽ പെൺപിള്ളേർക്ക് കൂടുതൽ അനുഭവിക്കേണ്ടി വരും. എന്താ ആൺപിള്ളേർക്കൊന്നും അനുഭവിക്കേണ്ടി വരത്തില്ലേ? ആ ചിന്തിക്കുള്ള ബുദ്ധിയില്ല പുള്ളിക്കരിക്ക്. നമുക്ക് ബാക്കി കേൾക്കാം. ഷാജിനി ബാറുള്ളവരുടെ മാത്രമല്ലേ കുഴിയിലല്ലേ നിനക്ക് തോണ്ടാൻ പറ്റുള്ളൂ. വേറെ ആരെങ്കിലും തോണ്ടി നിനക്ക് വിവരം അറിയും. അത് വേറെ കാര്യം. അപ്പൊ അവിടത്തേക്ക് തോണ്ടിയാ നീ ആണുങ്ങളുടെ കയ്യിന്റെ ചൂടറിയും. ഞാൻ അന്ന് ലൈവിൽ അവിടെ വന്ന് നിന്റെ കരണം ഞാൻ പുകയ്ക്കണം വിചാരിച്ച. കാരണം എന്താണെന്നറിയോ, നിന്റെ കരണം എനിക്ക് പുകയ്ക്കാൻ ചിരിപ്പിക്കാതെ. അന്നത്തെ ആ ഒരു വിഷയമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ള എനിക്ക് അറിയത്തില്ല. അപ്പം അന്ന് പുള്ളിയുടെ വീട്ടിൽ പോയിട്ടാണെങ്കിലും ഭയങ്കര മാസടിക്കാൻ പോയതാണ്. നൈസായിട്ട് പുള്ളിയാണെങ്കിൽ തേച്ചൊട്ടിച്ചങ്ങ് വിട്ട്. സീരിയസ്ലി അത്രയും പ്ലിങ്ങസി ആയിട്ട് തിരിച്ചു വന്ന ആളാണ് വന്ന് പറയുന്നത് ഞാൻ നിന്നെ തീർത്ത് കളഞ്ഞേനെ ഞാൻ. പിന്നെ ഞാൻ ഇതിന് മുന്നേ എന്റെ നാട്ടിലേക്ക് മരിച്ച ടൈമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഷാജിദ ഷാജിന്റെ ഭർത്താവ് മരിക്കാൻ ഇതാ കാരണം, അല്ലെങ്കിൽ ഷാജി തൂങ്ങി മരിക്കാൻ ഇതൊക്കെ കാരണം എന്ന് പറഞ്ഞിട്ട് ഒരു ഇട്ടിട്ടുണ്ടായിരുന്നു. അവളുടെ കാരണം ഞാൻ പോവച്ചത് ഒരൊറ്റ തള്ള
എന്നാലും കേൾക്കാൻ നല്ല രസമുണ്ട്. ബാക്കി പറയും. കെട്ടിയോ മരിച്ചതിന്റെ കാര്യം പറഞ്ഞിട്ടാണല്ലോ അയ്യോ ആ പാവത്തിന് കൊന്നു, അവളും അങ്ങനെ കൊന്നു കൊല വിളിച്ചു ആണോ? 15 കൊല്ലം ഇതിനെക്കാട്ടി കഷ്ടത്തിൽ കഴിഞ്ഞപ്പോ എനിക്ക് അയാളെ കൊല്ലേണ്ട ആവശ്യം വന്നിട്ടില്ല. പിന്നെ അല്ലേ ഈ സമയത്ത് ഞാൻ അയാളെ കൊല്ലും. എടാ എന്റെ ഇക്ക മരിച്ചത് ഇക്കാന്റെ പൊട്ട ബുദ്ധിക്ക് ചെയ്ത ആ ഒരു സംഭവമാണ്. കബീർക്ക് മരിച്ചതിന് ശേഷം ഉള്ള ലൈഫ് എന്റെ മാത്രം ചോയ്സാണ്. എനിക്ക് എങ്ങനെ ജീവിക്കണം, ഞാൻ എങ്ങനെ ജീവിക്കണം, ഞാൻ എങ്ങനെ ഈ സമൂഹത്തിൽ നടക്കണം. ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് മുക്കിലിരുന്ന് കരയണ കാലം പണ്ട്. നിങ്ങൾ മുക്കിലിരുന്ന് കരയുവോ വരമ്പത്തിരുന്ന് പല്ലി കേൾക്കുകയോ ചെയ്യും. അതിനിപ്പോ എന്നാ വേണം? നിങ്ങളുടെ അടുത്ത് അത് ചെയ്യേണ്ടെന്ന് അവിടെ ആരും പറയുന്നില്ലല്ലോ. നിങ്ങൾ ഈ പറയുന്ന ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞ കരയണമെന്ന് ഇവിടെ ആരും പറയണില്ല. ഇപ്പം ഇവര് നമ്മുടെ രേണു ഒക്കെ ആണെങ്കിൽ ഭർത്താവ് മരിച്ചതിന് ശേഷം ഒരു അപരാധം യൂണിവേഴ്സിലോട്ട് പോയ 2 ആൾക്കാർ രേണു ഒക്കെ ഈ ഷാജിദ ഷാജിയാണ്. അപ്പം 2 ആർക്കും ചേരുംപടി മീൻസ് രണ്ടുപേരും അടയം ചക്രം പോലെ ചേരുന്ന 2 യൂണിവേഴ്സിലാണ് കേട്ടോ. നമ്മുടെ രേണുക്കയുടെ യൂണിവേഴ്സ് ആണെങ്കിലും ഷാജിദ ഷാജിയുടെ യൂണിവേഴ്സ് ആണെങ്കിലും ഭർത്താവ് മരിച്ചിട്ട് എത്രയോ സ്ത്രീകൾ അവര് നല്ല രീതിയിൽ ബാക്കിയുള്ളവർക്ക് ഇതുപോലെ മറ്റേ അപരാധങ്ങൾ കാണിക്കാൻ നല്ല എത്രയോ അടിപൊളിയായിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അവർക്ക് പോലും നാണക്കേണ്ടാക്കുന്ന രീതിയിലാണ് ഇവർ വന്നിട്ട് എനിക്ക് ഭർത്താവ് ഇല്ലാഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ജീവിക്കുന്ന കണ്ടില്ലേ. നിങ്ങൾ ഇവര് വയനാട്ടിൽ പോകുന്നു, മറ്റേ അവരുടെ കൂടെ പോകുന്നു, ഇവരുടെ കൂടെ നിങ്ങൾ പോകാതിരിക്കുക ഒക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യം. ഇതൊക്കെ വന്ന് പബ്ലിക്കായിട്ട് വന്ന് ഇടുമ്പോഴത്തേക്കിന് ആൾക്കാർ ഇത് പറയൂലേ. എന്താന്ന് വെച്ചാൽ ഉമ്മാന്റെ കാര്യം. അപ്പൊ ആ ഉമ്മ എന്റെ ഇക്ക മരിക്കണ വരയ്ക്കും എന്റെ ഉമ്മാന്റെ അടുത്ത് മുണ്ടിയിട്ടില്ല, എന്റെ ഉമ്മ എന്റെ ഇക്കാനോട് മുണ്ടിയിട്ടില്ല, എന്റെ വീട്ടിലേക്ക് വരലില്ല. എപ്പോഴെങ്കിലും വരുന്ന ഒരാളാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. കാരണം എന്റെ ഉമ്മാന്റെ ക്യാരക്ടർ അടിപൊളിയായിട്ട് അറിഞ്ഞ ഒരേ ഒരു മനുഷ്യന്റെ ഒക്കെയാണ്. എന്നോട് എല്ലാവരും ഉമ്മമാരാണ് പറഞ്ഞു കൊടുക്കുക എന്ത് കല്യാണം കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കണം. അങ്ങനെ എന്റെ ഇക്കയാണ് എനിക്ക് പറഞ്ഞത്. നിന്റെ ഉമ്മ കോൾ വിളിച്ചാൽ എന്താ പറയാ, എന്തെങ്കിലും പ്രശ്നം അത് പറഞ്ഞ ഉമ്മ എന്താ പറയാ പെട്ടെന്ന് പറയാ. എല്ലാ ഉമ്മമാരും അങ്ങനെ ആയിരിക്കും. പക്ഷെ ചില ഉമ്മമാരെന്താ പറയാ, അതൊന്നും സാരില്ല ഭർത്താവ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. എന്റെ ഉമ്മ പറയും എന്താണ് ഉമ്മക്ക് അതിന്റെ വില അറിയാത്തതുകൊണ്ട്. കാരണം എന്താണ് ഭർത്താവിന്റെ കൂടെ ജീവിക്കാത്തതുകൊണ്ട് ഉമ്മക്ക് അതിന്റെ വില അറിയില്ല. ഉമ്മാന്റെ ഹസ്ബൻഡ് അങ്ങനെ ആയതുകൊണ്ട്, എന്റെ അത്ത അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഉമ്മക്ക് എല്ലാ ആണുങ്ങളോട് വെറുപ്പായിരുന്നു. എല്ലാ ആണുങ്ങളോട്, സ്വന്തം ആങ്ങളാരോട് മാത്രമുള്ള ആ വെറുപ്പില്ലാത്തത്. അതും 1-2 അടുത്ത് മാത്രം. ബെർലിനുണ്ട് 8-9 ഉണ്ട്, പക്ഷെ 2 അടുത്ത് മാത്രമേ ആ സ്നേഹം കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പൊ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ എന്റെ ഉമ്മ ആ ഒരു അതിന് മുന്നേ എന്റെ ഇക്ക മരിക്കണ വരയ്ക്കും എന്റെ ലാസ്റ്റ് മരിക്കണ ആ സമയത്ത് മറ്റാണ് എന്റെ ഇക്ക വിളിച്ചിരിക്കുന്നത്. ഈ ഉമ്മേനെ പറ്റിയിട്ട് ഇവര് വന്നിട്ട് പറയുന്ന കുറെ ഉമ്മ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേത് മറിച്ചെന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം അമ്മേനെ പറ്റിയിട്ട് കുറ്റം പറയാനെ കൊണ്ട് ഭയങ്കര ലഹരി മൂത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഷാജിദ ഷാജി. ഉമ്മാനെ തെറി വിളിക്കാൻ കാരണം ഉമ്മാന്റെ കയ്യിൽ അത്രയ്ക്ക് നന്നായതുകൊണ്ടാ. നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഉമ്മമാരല്ല. പേരക്കുട്ടികൾക്ക് തുണി പൊക്കി കൊടുക്കണ ഉമ്മമാരനെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? എന്റെ വീട്ടിലുള്ള ആൾ അങ്ങനെയായിരുന്നു. ഞാൻ എത്ര പെർഫെക്റ്റ് ആയിട്ട് നോക്കിയാലും എന്തൊക്കെ മേടിച്ചു കൊടുത്താലും എങ്ങനെയൊക്കെ ചെയ്തു കൊടുത്താലും 3 പെൺകുട്ടികളിൽ 1 പെൺകുട്ടിക്ക് മാത്രം പരിഗണന കൊടുക്കണ, 2 പേരക്കുട്ടികൾക്ക് മാത്രം, 8-9 പേരക്കുട്ടികൾ ഉണ്ടെങ്കിലും 2 പേരക്കുട്ടികൾക്ക് മാത്രം പരിഗണന കൊടുക്കണ ഏത് വീട്ടിൽ എങ്ങനത്തെ ഉമ്മമാരാന്ന് എനിക്കറിയില്ല. എന്റെ വീട്ടിൽ അങ്ങനെ. സ്വന്തം അമ്മയെ പറ്റിയിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഈ പറയുന്ന കുറ്റങ്ങൾ മൊത്തം പറയാനെ കൊണ്ട് ഒരവസരം പോലും പാഴാക്കിയ കളറല്ല നമ്മുടെ ഷാജിദ ഷാജി. ഇത് പറയുമ്പോൾ പോലും ഇവരുടെ അടുത്ത് കുറെ കാലം മുന്നേ ഓപ്പോസിറ്റ് വീട്ടിലാണെന്ന് തോന്നുന്നു ഒരു വ്യക്തിയുടെ അച്ഛൻ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നേരെ ഇത് ലൈവില് പൊട്ടിച്ചിരിച്ചുകൊണ്ട് നേരെ ലൈവ് ഇട്ടേക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ഈ മുതല്. ഒരാള് ജീവൻ നഷ്ടപ്പെട്ട് അവിടെ കിടക്കാണ്, മരിച്ചു പോയേക്കുന്ന ഒരു വ്യക്തിയാണ്. അയാളെ കണ്ടിട്ട് നിനക്ക് അങ്ങനെ തന്നെ വരണോടാന്നും പറഞ്ഞുകൊണ്ട് ലൈവ് ഇട്ട് പൊട്ടിച്ചിരിക്കാൻ പറ്റുമോ സക്കീർ ഭായ്? നിങ്ങൾക്ക് ഇല്ലല്ലേ. പക്ഷെ നമ്മുടെ ഷാജിദ ഷാജിക്ക് പറ്റും. പിന്നെ എല്ലാവരും തെറ്റിദ്ധരിക്കണം. എല്ലാ ഉമ്മമാരും ഒരിക്കലും ഒന്നല്ല. ഒരുപാട് ഉമ്മമാരെ എന്നെ സ്നേഹിക്കണം ഉമ്മമാർ, ഈ വീഡിയോ കാണുന്ന ഉമ്മമാർ ഒരുപാട് എണ്ണുണ്ട്. എനിക്ക് ഇപ്പോഴും വിളിച്ചോണ്ട് ഷാജി മോൾക്ക് കുട്ടികൾക്ക് സുഖമല്ലേ, നിനക്ക് വേണ്ടി ഞങ്ങൾ എന്നും ദുആ ചെയ്യും, നിന്റെ ഉമ്മ ചെയ്തത് ശരിയല്ല. അതെ, ഉമ്മ ചെയ്തത് ശരിയല്ല. അതുകൊണ്ട് ഉമ്മ തുണി നോക്കി കാണിക്കുന്നു, അല്ലെങ്കിൽ തുണിയില്ല ഡാൻസ് കളിക്കുന്ന പറഞ്ഞുകൊണ്ട് എല്ലാം വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് എനിക്ക് പബ്ലിക് ആക്കണം, എനിക്ക് കണ്ടന്റ് ആക്കണം, എനിക്ക് എല്ലാം കൊണ്ട് ഇടണം. എന്റെ ഉമ്മ കഷ്ടപ്പെട്ട ഒന്നല്ല കഷ്ടപ്പാട്. ഞാനിപ്പോ പെടുന്നില്ലേ എന്തൊക്കെ കേട്ടിട്ട് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിപ്പ് മക്കളെ നോക്കിയിട്ട് ജീവിച്ചിരിക്കുന്ന ഞാനാണ് ഇപ്പോഴത്തെ കഷ്ടപ്പാട്. കാരണം വാപ്പയില്ല, ഉമ്മയില്ല, ആങ്ങളാരില്ല, കെട്ടിന്റെ ആൾക്കാരില്ല, ഉമ്മാന്റെ ആൾക്കാരില്ല. അത് സത്യമാണ് കേട്ടോ. കാര്യം നമ്മുടെ രേണുവൊക്കെ ഇതുപോലെ തന്നെയാണ് വിധവാക്കാട് ഇറക്കിയിട്ട് കളിക്കുന്ന ഒരു പരിപാടി പലപ്പോഴും കാണിക്കാറുണ്ട്. എന്നിട്ട് ഈ വിധവാക്കാട് ഇറക്കിയതിന് ശേഷം നടക്കുന്നത് മൊത്തം ചരിത്രമാണ്. സീരിയസ്ലി ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഈ ഒരു 2 യൂണിവേഴ്സും കൂടെ ഒന്ന് കൊളാബ് ചെയ്യാൻ വല്ല മാർഗമുണ്ടോ? ആണെങ്കിൽ കുറച്ചുകൂടെ എന്റർടൈൻമെന്റ് ആയേനെ. സീരിയസ്ലി എന്റെ തറവാട്ടിൽ തന്നെ ഉണ്ട് 10-20 സെന്റ് സ്ഥലം വെറുതെ കിടക്കുന്നുണ്ട്. എന്റെ ബാപ്പാന്റെ മുതൽ വെറുതെ കിടക്കുന്നുണ്ട്. എനിക്കതൊരു 5 സെന്റ് സ്ഥലം തന്നാൽ തന്നെ എനിക്ക് അവിടെ വീട് വെച്ചുള്ളവൻ, പക്ഷേ തരില്ല. എന്തിന്? സ്വന്തം വീട്ടിലെ അമ്മേനെയൊക്കെ പറ്റിയിട്ട് അമ്മേനെ വീട്ടുകാരെ പറ്റിയിട്ട് ഇമ്മാതിരി അപരാധം പറഞ്ഞു നടക്കുന്ന ആൾക്ക് എന്തിന് ഈ പറയുന്ന വസ്തു സാധനങ്ങളൊക്കെ കൊടുക്കണം? ഭർത്താക്കന്മാരില്ലാത്ത പെണ്ണുങ്ങളെ, യൂട്യൂബിലില്ലാത്ത പെണ്ണുങ്ങൾ അവരുടെ അടുത്ത് ചോദിച്ചു നോക്കണം അവർ ഈ സമൂഹത്തിൽ അനുഭവിക്കുന്നത് എന്തൊക്കെയാണെന്ന്. ഭർത്താക്കന്മാരില്ലാത്തവരുടെ അവസ്ഥ എന്തൊക്കെയാണെന്ന് നീ അവരുടെ അടുത്ത് പോയി ചോദിച്ചോ. അത് സത്യമാണ് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ രേണുവൊക്കെ ആണെങ്കിൽ പോലും ഭർത്താവില്ലാതെ അത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ രേണുവൊക്കെ. കാര്യം ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം രേണുവൊക്കെയുടെ ജീവിതത്തിൽ നടന്നത് മൊത്തം ചരിത്രമാണ്. അതുപോലെ തന്നെ ഷാജിദ ഷാജി പുള്ളിക്കാരിയുടെ ഇതുപോലെ തന്നെയാണ്. ഭർത്താവ് മരിച്ചതിന് ശേഷം
നടക്കുന്നത് ചരിത്രങ്ങളൊക്കെ തന്നെയാണ് സുഹൃത്തുക്കളെ. ഇവിടെ എന്തോന്നറിയാം, ഇവിടെ നാട്ടിൽ വേറെ വിധവകളൊന്നും ഇല്ല. നിങ്ങളുടെ കൂട്ടാണ് ഈ പറയുന്ന ഭർത്താവ് മരിച്ചുപോയി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും വന്നിട്ട് ഇമാതിരി അപരാധം കാണിച്ചുകൊണ്ട് നടക്കുകയാണ്. സ്വന്തം ഉമ്മേനെ കുടുംബക്കാരെ, എന്നിട്ട് ഓപ്പോസിറ്റുള്ള വീട്ടിലെ ആൾക്കാർ മരണപ്പെടുമ്പോഴത്തേക്കിന് ദേഷ്യം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിക്കുക ലൈവ് ഇട്ടുകൊണ്ട്. ഇതൊക്കെയാണ് ചെയ്യണേ. ഇനി ഇടയ്ക്കിടയ്ക്ക് ഈ വിധവയാണ് ഭർത്താവ് നഷ്ടപ്പെടുന്നൊക്കെ ഈ സാധനം എടുത്തെടുത്ത് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. യഥാർത്ഥത്തിൽ വിധവയായിട്ട് ഇതുപോലെ ഒരുപാട് യാതനകളും വേദനകളൊക്കെ സഹിച്ചിട്ട് മാന്യമായിട്ട് ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവർക്കൂടെ നിങ്ങൾ അപമാനം ഉണ്ടാക്കുകയാണ് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ എടുത്ത് പറയുമ്പോൾ എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇതിന് ശേഷം വീണ്ടും ഇവർ ഇങ്ങനെ തുറന്നതിന് ശേഷം ഷെരീഫ് എന്ന് പറയുന്ന വ്യക്തി, പുള്ളിക്കാരി ആർക്കൊക്കെ ഇതുപോലെ നഗ്നമായിട്ടുള്ള ചില ഫോട്ടോസോ എന്തൊക്കെയോ അയച്ചു കൊടുത്തു, അങ്ങനത്തെ വീഡിയോസ് എന്തൊക്കെ ഉണ്ട്, അപ്പം അതൊക്കെ വരും ദിവസങ്ങളിൽ ഞങ്ങൾ പുറത്തു വിടുമെന്നൊക്കെ നമ്മുടെ ഷെരീഫ് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടത് നമ്മുടെ ഷാജി പൊളിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പുള്ളിക്കാരി അതിന് ശേഷം ഇട്ടേക്കുന്ന വീട്ടിൽ നമുക്കൊന്ന് കാണാം. ഓക്കെ, നീ നിന്റെ മക്കളെ, നിന്റെ കെട്ടിയോള് തൂറിയിട്ട മക്കളെ നീ നോക്കണം. എന്ത് ലാംഗ്വേജ് ആണിത്? നിങ്ങൾ ഈ ഭാഗം കൊണ്ടാണല്ലേ ഫുഡ് കഴിക്കണത്? കല്യാണം കഴിഞ്ഞ് അല്ല മരിപ്പൊക്കെ കഴിഞ്ഞ് ഇതാക്കിയതിന് ശേഷം ഞാൻ കാസർഗോഡത്തെ ഒരു ചെക്കൻ, എടാ നയിച്ച മോനെ, എന്നെ സഹായിച്ച ഒരു ചെക്കന്റെ കൂടെ ഞാൻ വയനാട് പോയി ട്രിപ്പ് പോയി ഇതാക്കി എന്നൊക്കെ നീ പറയുന്നുണ്ടല്ലോ. പിന്നെ ആർക്കൊക്കെയോ ഞാൻ എന്റെ അവിഹിതം അങ്ങനെ എന്റെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇങ്ങോട്ട് നോക്കണം നയിച്ച മോനെ, നിനക്ക് എന്താണ് നഷ്ടം നായേ? നിനക്ക് എന്താണ് നഷ്ടം? ഞാൻ അയച്ചു കൊടുത്താലും തുണി അയച്ചിട്ടാലും വേറുള്ളതായാലും നിന്റെ കെട്ടിയോളല്ലോ ഞാൻ, നിന്റെ കെട്ടിയോളാണ് ഞാൻ. ആണോ? നിന്റെ കെട്ടിയോളെ പറഞ്ഞാൽ മതി. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയും, എന്റെ മക്കളുണ്ട്, ഞാനുണ്ട്. അത് തന്നെ ശരിക്കും നിങ്ങൾ എൻ്റെ പരിപാടി കാണിക്കണേ. ഒന്നുമില്ലേലും വയനാട്ടിൽ അവരോട് നിങ്ങൾ എന്തിനു ഇതൊക്കെ സാധനം പുറത്തോട്ടെന്ന് പറയണ്ടേ? ഒന്നുമില്ലെങ്കിൽ അവരായിട്ട് തന്നെ പുറത്തോട്ട് വിടുന്നില്ലേ? ഞാൻ വയനാട്ടിൽ അവരുടെ അവിടെ പോയി, ഇവരുടെ ഇവിടെ പോയി, എല്ലാ പുള്ളിക്കാരി തന്നെ വന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഈ പറയുന്ന ഓഡിയോ മാത്രമല്ല, കുറച്ച് വിഷ്വൽ എഫക്റ്റ് കൂടെ നിങ്ങൾ ഇടണം എന്നുള്ളതാണ് എനിക്ക് ഷാജി നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്. എന്തിനാണ് അവർക്ക് എന്തിനാണ് തരുന്നത്? നിങ്ങളായിട്ട് ഇടണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പറ്റും പോലെ എന്റെ മക്കളെ നോക്കി വളർത്തും. അവര് പിന്നെ ബാക്കിയുള്ളവർ തന്നെ പറയുന്നത് ആൺകുട്ടികളാണ് പറഞ്ഞിട്ട് ഞാൻ ഒരു അഹങ്കാരം കാണിക്കുന്നില്ല. ആൺകുട്ടികളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ആൺകുട്ടികൾ വളർന്നു ഇതായി കഴിയുമ്പോൾ എനിക്കെതിരെ പറയുന്നവരെ എല്ലാം അവരെ വിട്ട് തല്ലിക്കുന്നൊക്കെ പറഞ്ഞേക്കണേ. അവരിനെ വളർത്തേണ്ട ഒരു കടമ എനിക്കുണ്ട്. ആ കടമ ഞാൻ തീർക്കുന്നവരെ ആ മക്കളെ ഞാൻ നോക്കും, വളർത്തും. പിന്നീട് അവര് ഉമ്മാനെ നോക്കേണ്ട കടമ അവർക്കാണ്. അവർ വേണമെങ്കിൽ നോക്കുക, അല്ലെങ്കിൽ വേണ്ടെങ്കിൽ വേണ്ട. അത് പറഞ്ഞിട്ട് ഇവിടെ എത്ര വൃദ്ധസദനങ്ങളുണ്ട് പോയി ജീവിക്കും. ആ വൃദ്ധസദനത്തിൽ പോയിട്ട് നിങ്ങൾ ഇതുപോലെ ലൈവ് വീഴണം. കണ്ടില്ലേ ഗൈസ്, ഈ വൃദ്ധസദനത്തിൽ മൊത്തം വൃദ്ധന്മാരാണ് ഗൈസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവിടെ പോയിട്ട് അങ്ങനെ ഒരു ലൈവ് ഇടണം. പിന്നെ മക്കൾ നോക്കുന്ന കാര്യം, ഈ പോക്കാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ മക്കള് അടിപൊളിയായിട്ട് നോക്കും. ആ ഒറ്റയ്ക്ക് ജീവിക്കണ ആ ഉമ്മാന്റെ അതേ മോൾ തന്നെ ഇത്. അതുകൊണ്ട് കുറച്ച് തന്റെ ഇടം കുറച്ച് കൂടുതലാണ്. ഓക്കെ, തന്റെ ഇടത്തോട് കൂടി ജീവിക്കുന്ന ഷെരീഫ മാള് എന്ന് പറയുന്ന ആ ഉമ്മാന്റെ ബ്ലഡാണ് ഇവിടെ ഓടുന്നത്. ആ എന്റെ ഉപ്പാന്റെ ബ്ലഡ് അവിടെ ഓടുന്നത് കാരണം ഒറ്റ തന്തയ്ക്ക് ഉണ്ടായതാണ്. അപ്പൊ നിന്റെ ഈ മെരട്ടില്, നിന്റെ ഞാൻ തുണി അയച്ചിട്ടുള്ള ഫോട്ടോ, നിന്റെ തുണി അയച്ചിട്ടുള്ള വീഡിയോ, നീ എന്ത് പുല്ല് കൊടുന്നാലും, നീ എന്ത് ഇതാക്കിയാലും ദേശാക്കിയാലും നോ പ്രോബ്ലം മോനെ. ഓക്കെ ഷെരീഫെ, നീ അത് കാണിച്ചിട്ട് എന്നെ വരക്കണം. നീ അത് കാണിച്ചിട്ട് എന്നെ വെറുപ്പിക്കണ്ട. ആ വെറുപ്പിക്കല്ലേ ഇവളിനെ നമുക്കറിയാം. നിങ്ങൾ എന്തിനാ ഷെരീഫിക്ക നിങ്ങൾ ഇങ്ങനെ ഒക്കെ ചെയ്യാന്ന് പറയുന്നത്? അത് ഭയങ്കര മോശമല്ലേ? നമ്മുടെ ഷാജി പുള്ളിക്കാരി തന്നെ വേണമെങ്കിൽ ഇതെടുത്ത് പുറത്തിടും. ഇതാണ്ട് ഒരു മഴ മുന്നേ അറിയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പുള്ളിക്കാരി അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. സ്വന്തം അമ്മയുടെ കാര്യം ഇതുപോലെ തുണിയില്ലാത്ത വീഡിയോ ഇടാനെ കൊണ്ട് അങ്ങനെ പുറപ്പെട്ടേക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ പിന്നെ ഈ കാര്യം ചെയ്യാണ്ടിരിക്കുമോ? എന്തോതലേ ഇത് ഭർത്താവ് മരണപ്പെട്ടെന്ന് പറയുന്നത് ഒരു സൈഡിൽ നോക്കുമ്പോൾ രേണുക്കയുടെ യൂണിവേഴ്സ് ഇങ്ങനെ നല്ല കത്തി കയറി പോകുന്നു. തൊട്ടിപ്പുറത്ത് കുറച്ച് ആളായിട്ട് ഒന്ന് ഫീൽഡ് ഔട്ട് ആയി പോയിട്ടുണ്ടായിരുന്നു. വീണ്ടും തിരിച്ച് കയറി വരാനെ കൊണ്ട് അങ്ങ് അടിപൊളിയായിട്ട് കയറി വരണുണ്ട്. ഞാൻ പറഞ്ഞല്ലേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഈ രണ്ട് യൂണിവേഴ്സുകൾ തമ്മിൽ ഒന്ന് കൊളാബ് ചെയ്ത് കഴിഞ്ഞാൽ ബ്യൂട്ടി ആയിരിക്കും. കാര്യം കാണുന്ന കാഴ്ചക്കാർക്ക് കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് ആയിരിക്കും. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. എന്താണെങ്കിലും ഇത്രയും കേട്ടിട്ട് ഈ ഒരു അപരാധം യൂണിവേഴ്സിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താണ് സുഹൃത്തുക്കളെ തോന്നുന്നത്? തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ശരി.